all, welcome to my YouTube channel. ഞാൻ മേഘാനിമിൻ. ഇന്ന് ഞാൻ വീണ്ടും എഡ്യൂക്കേഷണൽ സെഷനായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഹെമറ്റോളജിയിൽ പറഞ്ഞുകൊണ്ടിരുന്ന അതിൻ്റെ ബാക്കിയാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. സോ നമ്മൾ ഹെമാറ്റോപോയിസിസ് പറഞ്ഞു. ഇനി ഫങ്ഷൻ ആൻഡ് ഫേറ്റ് ഓഫ് ബ്ലഡ് സെൽസ് ആണ് പറയാൻ പോകുന്നത്. അതിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ എറിത്രോസൈറ്റ്സിനെ കുറിച്ച് മാത്രമാണ്. So about RBC, function and fate of RBC. RBCs or erythrocytes. These are biconcave disc-shaped cells. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ബൈകോൺകേവ് ഡിസ്ക് ഷേപ്ഡ് സെൽസ് ആണ്, ബട്ട് ദേ ഹാവ് നോ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഇല്ലാത്ത ബൈകോൺകേവ് ആയിട്ടുള്ള ഡിസ്ക് ഷേപ്ഡ് സെൽസ് ആണ് RBCs. ആൻഡ് ഇവരുടെ ഡയമീറ്റർ വരുന്നത് 7 to 7.4 മൈക്രോമീറ്റേഴ്സ് ആണ് ഡയമീറ്റർ. ആൻഡ് 2 മൈക്രോമീറ്റേഴ്സ് ആണ്, about 2 മൈക്രോമീറ്റേഴ്സ് ആണ് തിക്നെസ്. Okay. So these are biconcave disc-shaped cells having 7 to 7.4 micrometers of diameters and 2 micrometers thickness. ഇനി RBCനെ കുറിച്ച് പറയുകയാണെങ്കിൽ they have no nucleus at all and also they don't have, these are non-nucleated, okay. And they don't have mitochondria, centriole and endoplasmic reticulum at all. അപ്പോൾ ഇവർക്ക് ന്യൂക്ലിയസ് മാത്രമല്ല, മൈറ്റോകോൺട്രിയ, സെൻട്രിയോൾ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇതൊന്നും തന്നെ ഈ സെല്ലിൽ ഇല്ല. ആൻഡ് ദിസ് RBC ഹാവ് ഈ ബൈകോൺകേവ് ഡിഷ് ഷേപ്ഡ് ആണ് ഇവരുടെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. ഡ്യൂ ടു ദിസ് ബൈകോൺകേവിറ്റി ദേ ഹാവ് എ ലാർജർ സർഫസ് ഏരിയ. അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറേ ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. ഓക്കെ, ഇവരുടെ സർഫസ് ഏരിയ കാരണം മോർ ഓക്സിജൻ ഡിഫ്യൂഷന് ഈ സെല്ലിന് സാധിക്കുന്നുണ്ട്. മാത്രമല്ല RBC ക്യാരീസ് ഹീമോഗ്ലോബിൻ. ഒരുവിധപ്പെട്ട എല്ലാ ഫങ്ഷനും RBCൻ്റെത് ഹീമോഗ്ലോബിൻ വഴിയാണ്. സോ RBC ക്യാരീസ് ഹീമോഗ്ലോബിൻ. And RBC is among the heaviest of all the blood cells. നമ്മുടെ ഫോംഡ് എലമെൻറ്റ്സിൽ ഹെവിയസ്റ്റ് ആയിട്ടുള്ളത് RBC ആണ്. ഓക്കെ, ഇവർക്ക് മൈറ്റോകോൺട്രിയ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവർക്ക് അമിനോ ആസിഡ്സ് അതുപോലെ തന്നെ ഫാറ്റി ആസിഡ്സിനൊന്നും മെറ്റബോളൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഈസ് വെരി ലോ. They have very low ability to metabolize amino acids and fatty acids because they have no mitochondria. ആൻഡ് 20 ഡേയ്സ് ആണ് RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. മെറ്റബോളിസംസ് ഒന്നും കാര്യമായിട്ട് നടക്കാത്തത് കൊണ്ട് തന്നെ ദേ ക്യാൻ ബാർലി സസ്റ്റെയിൻ ദാറ്റ് 120 ഡേയ്സ് ഓഫ് ദെയർ ലൈഫ് സ്പാൻ. ദെൻ എങ്ങനെയാണ് ഇതിൽ എനർജി ജനറേറ്റ് ചെയ്യുന്നത്? മോസ്റ്റ് ഓഫ് ദ എനർജി ഈസ് ജനറേറ്റഡ് ത്രൂ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് എനർജി സിന്തസൈസ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്? മെയിൻലി ത്രൂ EMP പാത്വേ. EMP പാത്വേ വഴിയാണ് ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ആൻഡ് റെസ്റ്റ് ബൈ ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട് പാത്വേ. These red cells swell and rupture in water due to endosmosis, and these cells shrink in HCl due to exosmosis.
മെംബ്രെയിൻ. ഇനി അബൌട്ട് ദ മെംബ്രെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെൽ മെംബ്രെയിൻ ഓഫ് RBC ഈസ് കമ്പോസ്ഡ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസും ലിപ്പിഡ്സും കൊണ്ടാണ് ഇതിൻ്റെ സെൽ മെംബ്രെയിൻസ് ഉള്ളത്. About 95% of the dry weight of RBC is due to the content HB in the RBC, and practically about all the functions of RBCs are due to this HB, because oxygen carry ചെയ്യുന്ന capacity hemoglobin ആണുള്ളത്. This hemoglobin carries oxygen from lungs to the tissues and carbon dioxide from tissues to the lungs. പിന്നെ പറയുകയാണെങ്കിൽ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ്. ജസ്റ്റ് ഞാനിതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് സെല്ലിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് ബൈക്കോൺകേവ് ഡിഷ് ഷേപ്ഡ്. ആ ബൈക്കോൺകേവിറ്റി കാരണം ഇതിൻ്റെ സർഫസ് ഏരിയ കൂടുതലാണ്. സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ RBCക്ക് മോർ ഓക്സിജനെ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിന് ന്യൂക്ലിയസ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സെൻട്രിയോൾ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ ഇവയൊന്നും തന്നെ ഇല്ല. അപ്പോൾ മൈറ്റോകോൺട്രിയ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് മെറ്റബോളിസത്തിൻ്റെ ഫങ്ഷൻസ്, അതായത് ഫാറ്റി ആസിഡ്സിനെയും അമിനോ ആസിഡ്സിനെയൊക്കെ മെറ്റബോളൈസ് ചെയ്യാനുള്ള എബിലിറ്റി കുറവാണ്. പിന്നെ നമ്മൾ പറയുന്നത് ഇത് H2O വാട്ടറിൽ സ്വെൽ ചെയ്യുന്നുണ്ട്. എൻഡോസ്മോസിസ് ഒക്കർ ചെയ്യുന്ന കേസ് ആൻഡ് എക്സോസ്മോസിസ് ഇൻ HCl. പിന്നെ ഇതിൻ്റെ മെംബ്രെയിൻ ഇസ് മെയ്ഡ് ഓഫ് വാട്ട്? പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ്സ്. അത് നമ്മൾ പറഞ്ഞു. ഇനി പറയുന്നത് നമ്മൾ ഫങ്ഷൻ ആൻഡ് ഫേറ്റ് ആണ് കേട്ടോ ഇന്നത്തെ ടോപ്പിക്ക്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻ ഇത്രയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടി. ആൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹീമോഗ്ലോബിൻ കാരണമാണുള്ളത്. ഹീമോഗ്ലോബിൻ ക്യാൻ ക്യാരി ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആണ് മെയിൻ ഫങ്ഷൻ ഓഫ് ദ RBC. അത് തന്നെയാണ് ഇതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫങ്ഷൻ. ഇനി നമുക്ക് ഫേറ്റ് എന്താണെന്ന് നോക്കാം. അപ്പം ആഫ്റ്റർ നമ്മളെ ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് RBCയുടെ ലൈഫ് സ്പാൻ വരുന്നത് 120 ± 20 days ആണ് ഒരു ഓൾമോസ്റ്റ് ലൈഫ് സ്പാൻ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആഫ്റ്റർ ദിസ് 120 ± 20 days ദിസ് RBC എങ്ങനെയാണ് ഡിസ്ട്രോയ് ആകുന്നത് നോക്കാം. ദേ ആർ ഡിസ്ട്രോയിഡ് ഇൻ ദ റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സെൽസ്. നമുക്ക് ഇതിൻ്റെ ഫേറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ആഫ്റ്റർ 120 days നമ്മൾ പറഞ്ഞു റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സെൽസിൽ RBC എത്തുന്നുണ്ട്. അവിടെ വെച്ചാണ് ഇതിൻ്റെ ഡിസ്ട്രക്ഷൻ നടക്കുന്നതെന്ന്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. RBC റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സെൽസിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ലൈസോസോമൽ എൻസൈംസ് RBCയുടെ മെംബ്രെയിനെ റപ്ചർ ചെയ്യും. അങ്ങനെ RBCയിലുള്ള ഹീമോഗ്ലോബിൻ എന്തായിട്ട് മാറും? ഹീമോഗ്ലോബിനുമായിട്ട് മാറും. ഹീം ആൻഡ് ഗ്ലോബിൻ. അതായത് RBCs റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സെൽസിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് അതിൻ്റെ മെംബ്രെയിൻ റപ്ചർ ആവും ബൈ ദ ആക്ഷൻ ഓഫ് ലൈസോസോമൽ എൻസൈംസ്. മെംബ്രെയിൻ റപ്ചർ ആയി കഴിഞ്ഞാൽ HB ഹീമോഗ്ലോബിനുമായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഗ്ലോബിൻ പാർട്ടിൽ വരുന്നത് അമിനോ ആസിഡ്സ് ആണ് മെയിൻലി. ഹീമിൽ വരുന്നത് അയോണും പ്രോട്ടോപോർഫൈറിനുമാണ്. Okay. Iron is used for the resynthesis of hemoglobin, or they are stored as hemosiderin or ferritin in the reticuloendothelial cells itself. ഇത്രയും കാര്യങ്ങളായിട്ട് ഈ അയൺ കണ്ടന്റ് മാറുന്നുണ്ട്. ഇനി നമുക്ക് ഈ പ്രോട്ടോപോർഫൈറിൻ എന്താകുന്നതെന്ന് നോക്കാം. ഈ പ്രോട്ടോപോർഫൈറിൻ പിന്നീട് എന്തായിട്ട് മാറുമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റെഡ്യൂസ് ടു യെല്ലോ കളേർഡ് ബിലിറൂബിൻ. This is yellow in color, but it is insoluble in water. അപ്പോൾ ഇത് വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള ഒരു ബിലിറൂബിൻ എന്ന് പറഞ്ഞ യെല്ലോ കളേർഡ് കോമ്പൗണ്ട് ആയിട്ട് മാറാണ് ചെയ്യുന്നത്. ദിസ് ബിലിറൂബിൻ ഇസ് ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ ആൻഡ് ഇറ്റ് ഇൻ പ്ലാസ്മ ഇറ്റ് ഗെറ്റ്സ് ബൗണ്ട് ടു ദ ആൽബുമിൻ. ഇത് പ്ലാസ്മയിലുള്ള ആൽബുമിനായിട്ട് ബൗണ്ട് ചെയ്യുന്നുണ്ട്. വിച്ച് ഇസ് ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ അത് ലിവറിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പ്ലാസ്മയിൽ ഇത് എന്തായിട്ടാണ് ബൗണ്ട് ചെയ്യുന്നത്? ആൽബുമിനായിട്ട്
ബൗണ്ട് ചെയ്യുന്നുണ്ട്. പ്ലാസ്മയിൽ എത്തിക്കഴിഞ്ഞാൽ ആൽബുമിനായിട്ട് ബൗണ്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് ലിവറിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൽബുമിനായിട്ടുള്ള ബൗണ്ട് വിട്ടിട്ട് ലിവറിലുള്ള ഗ്ലൂക്കറോണിക് ആസിഡായിട്ട് ഇത് കമ്പൈൻ ചെയ്യും, മീൻസ് കോൺജുഗേറ്റ് ചെയ്യും. And catalyzed by the enzyme bilirubin, UDP, glucuronic transferase. അപ്പോൾ ഈ നമ്മൾ അയൺ കണ്ടന്റ് എന്തായി മാറുമെന്ന് നേരത്തെ പറഞ്ഞു. ഹീമോഗ്ലോബിനിൽ ഹീമും ഗ്ലോബിനും പാർട്ടായി. ഗ്ലോബിൻ പാർട്ടിൽ അമിനോ ആസിഡ്സ് ആണ് വരുന്നത്. ഹീം ഭാഗത്ത് വരുന്നതാണ് ഈ അയണും പ്രോട്ടോപോർഫൈറിനും. അയൺ റീസിന്തസിസിനും അതുപോലെ തന്നെ സ്റ്റോർഡ് അയൺ ആയിട്ട് RE സെൽസിൽ തന്നെ നിൽക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു. പിന്നെ പ്രോട്ടോപോർഫൈറിൻ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്ത് ബിലിറൂബിൻ എന്ന് പറയുന്ന ഒരു യെല്ലോ കളേർഡ് കോമ്പൗണ്ട് ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ അത് പ്ലാസ്മയിൽ ആൽബുമിനായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് വാട്ടർ ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള ഈ കോമ്പൗണ്ട് കാണപ്പെടുന്നത്. ആൻഡ് ഫൈനലി അത് ലിവറിലെത്തുമ്പോൾ ഈ ആൽബുമിനായിട്ടുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഗ്ലൂക്കറോണിക് ആസിഡായിട്ട് കോൺജുഗേറ്റ് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ എൻസൈം ബിലിറൂബിൻ UDP ഗ്ലൂക്കറോണിക് ട്രാൻസ്ഫറേസ്. ഇനി എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ വാട്ടർ സോല്യൂബിൾ ആയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ. ആൻഡ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ഈ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ പിന്നീട് ബിലിയറി കനാലിക്കുലയിൽ എത്തുന്നുണ്ട്. ബിലിയറി കനാലിക്കുലയിൽ നിന്ന് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇൻറ്റസ്റ്റൈനിലെത്തും. ഇൻറ്റസ്റ്റൈനിൽ സർട്ടൻ ബാക്ടീരിയൽ ആക്ഷൻസ് നടക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഫോംസ് എ കളർലെസ് ക്രോമോജൻ കോൾഡ് യൂറോബിലിനോജൻ. എവിടെ വെച്ചിട്ടാണ്? ഇൻറ്റസ്റ്റൈനിൽ നിന്ന് യൂറോബിലിനോജനായിട്ട് മാറുന്നുണ്ട്. യൂറോബിലിനോജൻ. ആൻഡ് ഇനി യൂറോബിലിനോജൻ എങ്ങനെയാണ് എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നതെന്ന് വെച്ചാൽ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ദിസ് യൂറോബിലിനോജൻ ഈസ് അബ്സോർബ് ടു ദ പോർട്ടൽ സർക്കുലേഷൻ. പോർട്ടൽ സർക്കുലേഷനിൽ കുറച്ച് ഭാഗം അബ്സോർബ് ചെയ്തു പോകും. ആൻഡ് another portion is re-excreted to the bile. And ബാക്കി ഭാഗം is excreted through the kidneys. Urobilinogen is converted to the urobilin, which is apparent in urine. Bilinogen in intestine is reduced to stercobilinogen and oxidized to stercobilin, which is seen in feces. Is a particular color to the feces. അപ്പോൾ ഇത്രയാണ് പ്രോട്ടോപോർഫൈറിൻ്റെ ഫേറ്റ് വരുന്നത്. അതായത് RBCൻ്റെ മൊത്തത്തിലുള്ള ഫേറ്റ് പറയുകയാണെങ്കിൽ അത് ഹീമും ഗ്ലോബിനും പാർട്ടായിട്ട് എൻസൈംസ് അതിനെ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശേഷം അതിൻ്റെ അയൺ പാർട്ട് നമുക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്, റീസിന്തസിസിന് ഉപയോഗിക്കുന്നുണ്ട്. ഗ്ലോബിൻ പാർട്ടിൽ അമിനോ ആസിഡ്സ് വരുന്നുണ്ട്. ഹീമോഗ്ലോബിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റ് ക്ലാസ്സിൽ ഞാൻ പറയാനുള്ളതുകൊണ്ടാട്ടോ ഒന്ന് ഷോർട്ടായിട്ട് പറയുന്നത്. ഇപ്പോൾ ജസ്റ്റ് RBCൻ്റെ ഫേറ്റിൽ വരുമ്പോൾ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നതെന്നുള്ളൂ. അപ്പോൾ പ്രോട്ടോപോർഫൈറിൻ പാർട്ട് വരുന്നുണ്ട്. ആ പ്രോട്ടോപോർഫൈറിൻ എങ്ങനെയാണ് എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയേ ഉള്ളൂ RBCൻ്റെ ഫംഗ്ഷനും അതുപോലെ തന്നെ ഫേറ്റും. ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു ഹീമോഗ്ലോബിൻ കാരണം, ആൻഡ് ഫേറ്റ് അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് എങ്ങനെയാണ് 120 ഡേയ്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫേറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ RBC. ഇനി നമുക്ക് ബാക്കി ഫോംഡ് എലമെൻസിൻ്റെ ഡീറ്റെയിൽസിൽ അടുത്ത ക്ലാസ്സിൽ വരാം. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി ക്ലാസ്സായിട്ട് മറ്റൊരു ദിവസം കാണാം. ബൈ.